ഹെലികോപ്റ്റർ തകർന്നു വീണ് 13 സൈനികർ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹെലികോപ്റ്റർ എങ്ങനെയാണ് തകരുന്നത്, അതിൻ്റെ എൻജിനീയറിംഗ് വർക്കുകൾ എങ്ങനെ നടക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് 36 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്ത വെള്ളൂർ രാമൻകുളത്തിനടുത്തുള്ള ഗോവിന്ദൻ നമ്പ്യാർ. ഫ്ലൈറ്റ് എൻജിനീയറായിട്ടാണ് അദ്ദേഹം തൻ്റെ സേവനം പൂർത്തിയാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈ പോയിന്റ് കാർ അക്സസറീസ്, NH കണ്ടോത്ത്, പയ്യന്നൂർ. മണവാട്ടിമാരെ പോലെ കാറുകളെ മുഞ്ചുള്ളതാക്കുന്നു. ഹൈ പോയിന്റ് കാർ ആക്സസറീസ്, കണ്ടോത്ത്, പയ്യന്നൂർ. ഹൈ പോയിന്റ് കാർ ആക്സസറീസ്, നാഷണൽ ഹൈവേ, കണ്ടോത്ത്, പയ്യന്നൂർ. സാറിൻ്റെ പേരെന്താ? ഗോവിന്ദൻ നമ്പ്യാർ. മിലിറ്ററിയിൽ എത്ര വർഷം സർവീസ് ഉണ്ട്? 36 വർഷം. ഏത് വിങ്ങിലായിരുന്നു? എയർഫോഴ്സിൽ വാസ് എ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇൻ ദ എയർഫോഴ്സ്. ഐ ഹാവ് ഫ്ലോൺ ഹെലികോപ്റ്റേഴ്സ് ആസ് വെൽ എ ഹെവി ട്രാൻസ്പോർട്ട് എയർപ്ലെയിൻ IL-76. ഞാൻ സർവീസിന് വിട്ടത് 1990-ലാണ്. അന്നേരത്തെ മോസ്റ്റ് മോഡേൺ കാർഗോ ദിസ് വാസ് IL-76. I started my career as a flight engineer in helicopters, Russian-made Mi-4. Subsequently, I flew Mi-8 and Mi-17 I have not flown. I only seen it flying. I was not part of Mi-17. I have flown Mi-4 and Mi-8 helicopters, old helicopters. ഇതെങ്ങനെയാണ് ഇത് വളരെ നിസ്സാരമായിട്ട് തകർന്നു വീഴുന്നത്? See, the only thing, if he had any technical difficulty, അയാൾ ATC ആയിട്ട് ബന്ധപ്പെടുമായിരുന്നു. ഐ ഹാവ് ദിസ് പ്രോബ്ലം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഞാനിതിൽ കാണുന്നില്ല. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി, ദേ ആർ ഹൈലി ക്വാളിഫൈഡ് ക്രൂസ്. പക്ഷേ സിൻസ് ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ, അതുകൊണ്ട് എയർക്രാഫ്റ്റിന് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ATC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. ഐ ആം എക്സ്പീരിയൻസ് ദിസ് ഡിഫിക്കൽട്ടി. അപ്പോൾ അതിൻ്റെ പുവർ വിസിബിലിറ്റി ആൻഡ് അതിൻ്റെ സറൗണ്ടിങ്സ് നമുക്കറിയില്ലല്ലോ, ആ ഏരിയ, വെദർ ദേ ഹാവ് ഗോട്ട് എനി ഹൈ ടെൻഷൻ കേബിൾസ് റണ്ണിങ്. പോസിബിലിറ്റീസ് ഓൺലി ഐ ആം ടെല്ലിങ്. ഐ ഹാവ് നോട്ട് സീൻ ദ ലൊക്കേഷൻ. ഓക്കെ, ദ പോസിബിലിറ്റീസ് ആർ ദിസ് ആക്സിഡൻറ്റ് has happened without any warning. That means all of a sudden this has happened. Otherwise, if he had time, അയാൾ കൺട്രോൾ ടവറുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു പറയുമായിരുന്നു, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ. സോ ദ എയറോപ്ലെയിൻ ഹാഡ് നോ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പെർഹാപ്സ് ഈ വിസിബിലിറ്റി മോശമായതുകൊണ്ട്, ആ വാലി പോലത്തെ ഏരിയ ആണല്ലോ, പെർഹാപ്സ് അവർക്ക്. പക്ഷെ അവരെപ്പോഴും ഈ ഏരിയയിൽ ഇത് ആദ്യം ഇത് ചെയ്യും, സർവേ ചെയ്യും. ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റിലുണ്ടാകുമ്പോൾ then they would have noticed. അതുകൊണ്ട് ഒരു കേബിളിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം ഐ ഡോണ്ട് തിങ്ക് അയാൾക്ക് അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഇതുണ്ടല്ലോ, ഈ വാലിയിൽ സാധാരണ നമ്മളെ രാവിലെ ഈ തുലാമാസത്തിലെല്ലാം കാണില്ലേ, ഈ വയലിൽ പോയാലും ഒരുതരം ഇതുപോലെ ഒരു മഞ്ഞായിരിക്കില്ല, ഒരു പുക മാറ പോലെ, ഒരു മൂടൽ മഞ്ഞ്. അപ്പോൾ അബ്സല്യൂട്ട്ലി വിസിബിലിറ്റി വിൽ ബി വെരി പുവർ. നമുക്ക് എന്തും ദൂരം കണ്ടാൽ മാത്രമേ, മെഷീൻ ഉണ്ടെങ്കിലും ഇതൊന്നും അങ്ങനെ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡല്ല, ഹ്യൂമൻ കൺട്രോൾഡാണല്ലോ ഈ ഫ്ലൈറ്റ്. സി, ഈവൻ ദോ ദിസ് ക്യാൻ ഗെറ്റ് ലിഫ്റ്റഡ് ഫ്രം ദ ഗ്രൗണ്ട്, ദിസ് തിങ് വൈൽ ഫ്ലൈയിങ് ഈ കനോട്ട് ഓൾ ഓഫ് എ സഡൻ ചേഞ്ച് ദ എയർക്രാഫ്റ്റ് ഡയറക്ഷൻ. സി, ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടല്ലോ, ഡ്യൂറിങ് ഫ്ലൈറ്റ് ഈ ക്യാൻ ഓൺലി ഗ്രാജുവലി ക്ലൈംബ് ഓർ ഡീസെൻറ്റ്. ഇങ്ങനെ പടക്കെന്ന് പറഞ്ഞ് വരാൻ പറ്റില്ല ഡ്യൂറിങ് ഫ്ലൈറ്റ്. ആവില്ല. തീ പിടിച്ചിട്ടാണോ വീഴുക, അല്ലെങ്കിൽ വീണിട്ട് തീ പിടിക്കുകയാണോ ചെയ്യുക? ഇല്ല, തീ പിടിക്കുന്ന പറഞ്ഞാൽ ഒരു കാര്യം, ദർ വിൽ ബി ഡെഫിനറ്റ്ലി എ വാർണിംഗ്. പെട്ടെന്നൊരു തീ അങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ. ദർ മസ്റ്റ് ബി സം വാർണിംഗ്. അങ്ങനെയാണെങ്കിൽ ദ പൈലറ്റ് വുഡ് ഇൻഫോം ദ കൺട്രോൾ ടവർ. ATC ആയിട്ട് അയാൾ കോൺടാക്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. സോ ഇതിപ്പോൾ അവർ എക്സാക്ട്ലി നമുക്ക് അറിയണമെങ്കിൽ ഇവരെ കൺട്രോൾ ടവറിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ അത് റീഡ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ സ്പെക്കുലേഷൻസ് ആണല്ലോ മറ്റിപ്പോൾ എല്ലാം.
പക്ഷെ നമ്മള് ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് ആകാശത്ത് വെച്ചിട്ട് മഞ്ഞിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഹെലികോപ്റ്റർ തീ പിടിച്ചിട്ടില്ല. At the next moment it will crash Correct. with a very sound. So that is why there is a possibility of a high tension wire somewhere which has gone unnoticed because of perhaps ഈ വിസിബിലിറ്റി വളരെ മോശമായതുകൊണ്ടായിരിക്കും. പോസിബിലിറ്റീസ് ഓൺലി ഐ എം ടെലിംഗ്. ഐ ഡു നോട്ട് നോ ദിസ് എക്സാക്ട്ലി നമുക്കറിയില്ല ദ ലൊക്കേഷൻ. See, there will be high tension wires running. ഇപ്പോൾ ഹിൽ ടോപ്പ് നിന്ന് മറ്റേ ടോപ്പിലേക്ക് ഉണ്ടല്ലോ, നമ്മളിവിടെയെല്ലാം കാണുന്നില്ലേ? ബട്ട് ദ നോർമൽ സർക്കംസ്റ്റൻസ് ഹി വുഡ് നോട്ടീസ്ഡ് ഇറ്റ്. അയാൾ അതിന് മുമ്പേ റെസ്ക്യൂ ഇത് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ട്രയൽ ലാൻഡിങ്ങിന് പോയിട്ടുണ്ടാവും അയാൾ ഈ സ്ഥലത്തേക്ക്. ഓക്കെ, അയാൾ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ പോകണം ഇയാളെ ലാൻഡിങ് ഡെസിഗ്നേറ്റഡ് പോയിന്റിലേക്ക്. ഒരു പക്ഷേ വിസിബിലിറ്റി ഇങ്ങനെ ആയതുകൊണ്ട് perhaps he would have opted to fly little low. സാധ്യതകൾ മാത്രമാണ്. അല്ല നമുക്കിപ്പോൾ സോ he would have tried to come down a bit എന്നാണ്. ഇല്ലെങ്കിൽ പിന്നെ ഫിസിക്കലി he must have hit something or something must have hit him. പക്ഷെ എങ്ങനെയാണെങ്കിലും മറ്റുള്ള ഫയറിൻ്റെ സാധ്യത എന്നുണ്ടെങ്കിൽ he would have got the warning in the cockpit. എൻജിൻ ഫയറോ അല്ലെങ്കിൽ, കാരണം ഇതിൽ തീ പിടിക്കുന്നത് എൻജിൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹി വുഡ് ഗെറ്റ് എ വാർണിംഗ്, ഹി വുഡ് ഇൻഫോം ദ കൺട്രോൾ ടവർ. അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും ഉണ്ടാവില്ല, കാരണം ഈസ് ഗോയിങ് ഫ്രം എയർഫോഴ്സ് ബേസ് ടു ഊട്ടി. ഇതിനൊന്നും എസ്കോർട്ടൊന്നും ഉണ്ടാവില്ല. അത് എത്രയേ ഉള്ളൂ. മറ്റൊന്നിനും എസ്കോർട്ട് ഉണ്ടാവില്ല. ദേ വിൽ ക്യാരി ദ ട്രയൽ ലാൻഡിങ് ഏർലിയർ. ഇപ്പം നാളെയാണ് ഫ്ലൈറ്റ് എന്ന് വിചാരിക്കാം. ഇന്നലെ വൈകുന്നേരം തന്നെ അവർ ദേ വിൽ ഗോ ഓൺ ദ സെയിം റൂട്ട് ആൻഡ് ക്യാരി ഔട്ട് എ ട്രയൽ. അതാണ് സാധാരണ പ്രൊസീജിയർ. And any precautionary measure may be inside the helicopter when flying? No, nothing. There's nothing. See, who travels in the aeroplane, immaterial, whether it is the President of India or any ordinary citizen. The action taken by the crew will be the same. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടല്ലോ, ബാക്കിയെല്ലാം സെക്യൂരിറ്റി ഏജൻസി ചെയ്യേണ്ടതാണ്. Precautionary measures, I mean parachute like this. ഇതിലൊന്നും പാരച്യൂട്ട് ഇല്ല. ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഡസ് നോട്ട് ഹാവ് പാരച്യൂട്ട്സ് for the passengers. That's only for the fighter. This thing they will have. മറ്റിപ്പം ഈ ഇതിൽ ക്രൂസിനും അങ്ങനെ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ, പാസഞ്ചേഴ്സിന് പാരച്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ക്രൂസിനും പാരച്യൂട്ട് ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ നിയമം. ഇല്ല, ആൾക്കാരെയും വിട്ടിട്ട് ഇപ്പോൾ ക്രൂ എസ്കേപ്പ് ചെയ്യില്ലേ. മറ്റേ ഫൈറ്റർ ഇതിലൊക്കെ പാരച്യൂട്ട് ഇസ് ഇൻബിൽറ്റ് സിസ്റ്റം. കാരണം ഒരാളാണ് അയാൾ, വെൻ ഹി ബെയിൽസ് ഔട്ട് ഹി ഗോസ് ഔട്ട് വിത്ത് എ പാരച്യൂട്ട്. സംടൈംസ് എലോങ് വിത്ത് ദ സീറ്റ് ഹി വിൽ ബി ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ എയർക്രാഫ്റ്റ്. ഇതെല്ലാം അങ്ങനല്ല, മാനുവൽ ഇതേ ഉള്ളൂ. ഇത് മുമ്പിലിപ്പോൾ നമ്മളെ ബസ്സിൻ്റെ പോലെ തന്നെ ഡ്രൈവറെ ക്യാബിൻ്റെ പുറകിലായിരിക്കും പാസഞ്ചറെ ക്യാബിൻ. അതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ട് പൈലറ്റ് ഉണ്ടാവും. വൺ ഗണ്ണർ ഹു വിൽ ലുക്ക് ആഫ്റ്റർ ദ പാസഞ്ചേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് എഞ്ചിനീയർ. 4 പേരുണ്ടാവും ക്രൂ നോർമലി. ചിലപ്പം ഒരു സപ്പോർട്ടിങ് ഗ്രൗണ്ട് ക്രൂ ആരെങ്കിലും ഉണ്ടെങ്കിലും, അതർവൈസ് നോർമൽ ഫ്ലൈയിങ് ക്രൂസ് ആർ 4, 2 പൈലറ്റ്സ്, 1 എഞ്ചിനീയർ ആൻഡ് 1 ലോഡ് മാസ്റ്റർ ഓർ ഗണ്ണർ. വിവിഐപികൾക്ക് പ്രത്യേക ക്യാബിൻ ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ദീസ് ആർ സ്പെഷ്യലി ലോക്കലി മോഡിഫൈഡ്. ഈ ഡിറ്റാച്ചബിൾ സീറ്റ്സ് ആയിരിക്കും ഇത് ഉണ്ടാവുക. കാരണം ഇങ്ങനത്തെവരില്ലെങ്കിൽ ദേ വിൽ റിമൂവ് ദ സീറ്റ്സ് ഫോർ ദ അതർ പാസഞ്ചേഴ്സ്. ഇങ്ങനത്തെ സിറ്റിംഗ് കപ്പാസിറ്റി വിൽ ബി കമ്പാരിറ്റീവ്ലി ലെസ്. മറ്റ് 20-22 ആളോ പോകുന്നുണ്ടെങ്കിൽ ഇതിൽ 8-10 പേർക്ക് അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇവർക്ക് പ്രത്യേകിച്ചൊരു ക്യാബിൻ പോലെ ഫോം ചെയ്തിട്ട് പാർട്ടീഷൻ വെച്ചിട്ട് മറ്റുള്ള അക്കമ്പനിങ് ആൾക്കാർ വിൽ ബി അറ്റ് ദ ബാക്ക്. ഇപ്പോൾ ഹിറ്റ് ചെയ്താലല്ലേ തീ പിടിക്കുക, അല്ല പറന്നുകൊണ്ടിരിക്കും തീ പിടിക്കുക? തീ പിടിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ദാറ്റ് ഹാസ് ടു കം ഫ്രം ദ എൻജിൻ. ദാറ്റ് ഇസ് ദ ഓൺലി പ്ലേസ് വേർ ദർ ഇസ് എ ഫയർ. ആക്ച്വലി എൻജിനിൽ മാത്രമേ ഫയറുള്ളൂ. മറ്റേ ഫയർ വേണമെങ്കിൽ ദർ മസ്റ്റ് ബി ആൻ ഇലക്ട്രിക്കൽ ഷോർട്ടിങ്. ഇപ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഫയർ വൺ കുഡ് ബി ഡ്യൂ ടു ഇലക്ട്രിക്കൽ ഷോർട്ടിങ് ആൻഡ് അതർ വൺ വിൽ ബി എൻജിൻ ഫയർ. വേറെ ഫയറൊന്നും ഉണ്ടാവില്ല. ഇന്ധനത്തിൻ്റെ പേരെന്താ പറയുക?
ടർബൈൻ ഫ്യൂവൽ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, ATF എന്ന് പറയും. നമ്മൾ സാധാരണ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കെറസിൻ ഉണ്ടല്ലോ, ഇറ്റ്സ് അതിൻ്റെ ഒരു ഹയർ ഗ്രേഡാണത്. കെറസിൻ തന്നെയാണ്, നോട്ട് പെട്രോൾ. ഇറ്റ്സ് നോട്ട് എ പെട്രോൾ എഞ്ചിൻ, ഇറ്റ്സ് എ കെറസിൻ ഡ്രിവൺ. ഒരു രാജകീയ യാത്ര ആഗ്രഹിക്കാത്തവർ എത്ര പേരുണ്ട്? അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. മണവാട്ടിമാരെ പോലെ കാറുകളെ മൊഞ്ചുള്ളതാക്കുന്നു ഹൈ പോയിന്റ് കാർ ആക്സസറീസ്, കണ്ടോത്ത്, പയ്യന്നൂർ. കാർ ഏതുമാകട്ടെ, പഴയതോ പുതിയതോ ആകട്ടെ, അകവും പുറവും നിങ്ങളുടെ ഇഷ്ടാനുസരണം മോഡിഫൈ ചെയ്ത് പുതുപുത്തനാക്കുന്നു. സിം ടൈപ്പ് ആൻഡ്രോയിഡുകൾ, സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റംസ്, വൈവിധ്യമാർന്ന കളർ ലൈറ്റുകൾ, LED ഹെഡ്ലൈറ്റ്സ്, അകവും പുറവുമുള്ള ഹോം വർക്കുകൾ, അലോയിഡുകൾ, മോഡേൺ സീറ്റ് കവർ, സ്റ്റെയറിംഗ് സ്റ്റിച്ചിങ്, കമ്പ്യൂട്ടറൈസ്ഡ് വീൽ അലൈൻമെന്റ്, ലീഡിംഗ് കമ്പനികളുടെ ടയറുകൾ, കൂടാതെ എല്ലാ കാറുകളുടെയും ഇലക്ട്രോണിക് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നു. ഹൈ പോയിന്റ് കാർ ആക്സസറീസ്, നാഷണൽ ഹൈവേ, കണ്ടോത്ത്, പയ്യന്നൂർ. ഫോൺ 7902469706.